സീതാറാം യെച്ചൂരിക്ക് വിട നൽകാൻ ഒരുങ്ങി രാജ്യ തലസ്ഥാനം 11 മണിക്ക് AKG ഭവനിൽ പൊതുദർശനത്തിൽ വയ്ക്കും. യാത്രയ്ക്ക് പിന്നാലെ വൈകിട്ട് മൃതദേഹം എയിംസിന് വിട്ടു നൽകും. വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും. അതുല്യ, ധീര നേതാവിന്, സൗമ്യനായ നേതാവിന് യാത്രയാകാൻ ഒരുങ്ങുകയാണ് രാജ്യം. എങ്ങനെയാണ് ഭൗതിക ദർശനം, പൊതുദർശനം നടക്കുക? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഫിജി ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗമ്യനായ, കാർക്കശ്യങ്ങളില്ലാത്ത, അമിത ഗൗരവമില്ലാത്ത ഒരു ചിരിക്കുന്ന ഒരു നേതാവിനെയാണ്, എന്നാൽ അതേസമയം ധീരത കൈവിടാതെ സൂക്ഷിച്ച നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സംസ്കാരമോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസ്കാര ചടങ്ങുകളൊന്നുമില്ലാതെ തീർത്തും പ്രായോഗികമായിക്കൊണ്ട് മൃതദേഹം എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് കൈമാറിക്കൊണ്ടാണ് അദ്ദേഹം യാത്രയാകുന്നത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വസന്ത് കുഞ്ചിലുള്ള വസതിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി എയിംസിൽ നിന്നും JNUവിൽ എത്തിച്ച് JNUവിലെ പൊതുദർശനത്തിന് ശേഷം വസന്ത് കുഞ്ചിലെ വീട്ടിലെത്തിക്കുകയായിരുന്നു. ഇന്ന് 10 മണിയോടുകൂടി വസന്ത് കുഞ്ചിലെ വീട്ടിൽ നിന്ന് പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വിവിധ രംഗങ്ങളിലെ പ്രമുഖരുടെയും എല്ലാ പാർട്ടികളിലെയും നേതാക്കളുടെയും എല്ലാം അകമ്പടിയോടെ വിലാപയാത്രയായിക്കൊണ്ട് ഡൽഹിയിലെ AKG ഭവനിലേക്ക് മൃതദേഹം എത്തിക്കും. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലായിരിക്കും പിന്നീട് പൊതുദർശനം നടക്കുക. ഏതാണ്ട് 11 മുതൽ 3 മണി വരെ 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൊതുദർശനമാണ് നിലവിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടിയെങ്കിലും വിലാപയാത്ര AKG ഭവനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം 4 മണിക്കൂർ നീണ്ട പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടി എയിംസിന് മൃതദേഹം കൈമാറണം. അതിനു മുൻപായി AKG ഭവനിൽ നിന്ന് 14th അശോക റോഡിലേക്കും മൃതദേഹം കൊണ്ടുപോകും. ആദ്യമായി ഇദ്ദേഹം അവിടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ, പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്കെല്ലാം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം വീട് എന്ന് തന്നെ വിളിക്കേണ്ടുന്ന രീതിയിൽ അദ്ദേഹം ഏത് സമയവും കർമ്മനിരതനായിരുന്ന സ്ഥലമായിരുന്നു അശോക റോഡിലെ ഈ പറയുന്ന 14th അശോക റോഡ് എന്ന് പറയുന്നത്. ആദ്യത്തെ CPMൻ്റെ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് അവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. യെച്ചൂരിയുടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ അദ്ദേഹം CPMൻ്റെ നേതൃനിരയിലേക്ക് എത്തുമ്പോഴെല്ലാം അദ്ദേഹം തൻ്റെ വീട്ടിലേക്കാൾ അധികം സമയം ചെലവഴിച്ചിരുന്നത് ഈ 14th അശോക റോഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര അതിലൂടെ കടന്നു പോകാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ AKG ഭവനിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്ര ആരംഭിക്കും. 5 മണിയോടുകൂടി ആരംഭിക്കുന്ന വിലാപയാത്ര അശോക റോഡിലേക്ക് കൂടി പോയതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസിലേക്ക് വിട്ടു നൽകുക. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് എയിംസിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പാർട്ടിയുടെ നേതാക്കൾ ഏറ്റുവാങ്ങുകയും വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നത്. വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപായി JNUവിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ അല്പനേരം പൊതുദർശനത്തിന് വയ്ക്കുകയുണ്ടായി. അദ്ദേഹം JNUവിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ്, SFIയിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ കളത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് JNUവിലെ മെലിഞ്ഞ് ഒരു ഉയരം കൂടിയ ഒരു വിദ്യാർത്ഥി ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ നിൽക്കുകയും ഒരു മെമ്മോറാണ്ടം ഉറക്കെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്ത ആ ചിത്രം ഒരിക്കലും ആരുടെയും മനസ്സിൽ നിന്നും ആയില്ല. വിപ്ലവത്തിൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് തന്നെ പറയേണ്ടുന്ന രീതിയിൽ ഇന്ദിരാഗാന്ധിയുടെ രാജിക്ക് വരെ കാരണമായ എന്ന് പറയാവുന്ന ആ മെമ്മോറാണ്ടം വായിച്ച സുമുഖനായ ആ വിദ്യാർത്ഥിയുടെ ഓർമ്മകളിലായിരുന്നു ഇന്നലെ ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും അതുപോലെ തന്നെ പാർട്ടിയുടെയും അല്ലാത്തവരുമായ നിരവധി പേരാണ് ഇന്നലെ ആ ഒരു ചെറിയ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിനുള്ളിൽ അവസാനമായി സീതാറാം യെച്ചൂരിയെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കർമ്മനിരതനായിരുന്ന, അദ്ദേഹത്തെ പാകപ്പെടുത്തിയ സീതാരാമ റാവുവിനെ സഖാവ് സീതാറാം യെച്ചൂരിയാക്കി മാറ്റിയ വിദ്യാലയത്തിൽ അവസാനമായി അദ്ദേഹം എത്തുക എന്നത് നിയോഗം തന്നെയാണ്. അങ്ങനെയല്ലാതെ അദ്ദേഹത്തിന് കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ അവർ നീട്ടി വിളിച്ചതുപോലെ അമർ രഹേ യെച്ചൂരി, അമർ രഹേ എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഇത്തരത്തിൽ പ്രായോഗികമായി ജീവിതത്തെയും അതുപോലെ തന്നെ പ്രായോഗികമായി രാഷ്ട്രീയത്തെയും സമീപിച്ച മറ്റൊരു സഖാവ് വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്ലെങ്കിൽ അദ്ദേഹം പോകാനായി തിരഞ്ഞെടുത്ത വഴി തന്നെ അതിനൊരു ഉദാഹരണമാണ്. സാധാരണ രീതിയിലുള്ള സംസ്കാരമോ ദഹിപ്പിക്കലോ ക്രിമേഷനോ അത്തരത്തിലൊന്നുമല്ലാതെ തീർത്തും പ്രായോഗികമായി എങ്ങനെ ഇനിയും മരിച്ചു കഴിഞ്ഞിട്ടും തനിക്കെങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താനാകും എന്ന രീതിയിലാണ് അദ്ദേഹം ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ രീതികളിലും സഖാവ് യെച്ചൂരി എന്നും വേറിട്ട് നിൽക്കുകയാണ്. എന്തായാലും
ഇന്ന് 5 മണിയോടുകൂടി വിലാപയാത്ര ആരംഭിക്കും. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയ്ക്ക് ശേഷം മൃതദേഹം എയിംസിന് കൈമാറുന്നതോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക മൃതദേഹവുമായുള്ള ബന്ധങ്ങളെല്ലാം തന്നെ കഴിയുകയായി ഫിജി. ശരി, സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് പൊതുദർശനത്ത് വെക്കും. അതിനുശേഷം എയിംസിന് പഠനാവശ്യത്തിന് വിദ്യാർത്ഥികൾക്കായി വിട്ടു നൽകും.